പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ ജൂലൈ 1-ാം തീയതി മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന MGMNREGA യിൽ നിന്നും മാറി VBG റാംജിയിലേക്ക് മാറുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പുതിയ പണികളും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ പല പഞ്ചായത്തുകളിലും ഇപ്പോൾ വിവരശേഖരണം നടത്തി വരികയാണ്. അതായത് നമ്മൾ ആദ്യമൊക്കെ ഒരു പഞ്ചായത്തിൽ ഒരു തൊഴിലുണ്ടെങ്കിൽ എല്ലാ വാർഡുകളിലും അതേ രീതിയിലുള്ള ഒരേ തൊഴിലായിരുന്നു നടക്കുന്നത്. പക്ഷെ ഇപ്പോൾ വന്ന പുതിയ വിവരപ്രകാരം പല സ്ഥലങ്ങളിലും പല രീതിയിൽ ആകെ ഇപ്പം വന്നിരിക്കുന്നത് മഴക്കുഴി നിർമ്മാണം, വൃക്ഷത്തൈ നടീൽ, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതായത് മറ്റുള്ളത് ഓരോ ജില്ലകളിൽ വന്നിട്ടുണ്ടാവാം ഏതൊക്കെയാണ് എന്ന് ഉള്ളത്. ഇപ്പോൾ വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ ഏരിയയിലാണ്. അപ്പം നമുക്ക് യുക്തധാര പോർട്ടൽ, നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു യുക്തധാര പോർട്ടലിനെ കുറിച്ച്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. അതായത് നമ്മുടെ ഇനി മുതലുള്ള തൊഴിൽ ഏത് തൊഴിലാണ് എടുക്കേണ്ടത്, അപ്പോൾ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള തൊഴിൽ രീതികളായിരിക്കും ഇനി അവലംബിക്കുവാൻ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ഇത് നിർണ്ണയിക്കുന്നത് യുക്തധാര പോർട്ടൽ വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ യുക്തധാര പോർട്ടലിലേക്ക് അതെന്തായിട്ടുണ്ട്, അപ്ഡേഷൻ ആയിട്ടുണ്ട്. അത് പ്രകാരം ഇന്ന ഏരിയയിൽ ഇന്ന തൊഴിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മഴക്കുഴി നിർമ്മാണം വന്നിരിക്കുന്നത് താഴ്ന്ന നിരപ്പായ പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് മഴക്കുഴി നിർമ്മാണം വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വൃക്ഷത്തൈ നടീൽ പിന്നെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെയാണ് വൃക്ഷത്തൈ നടീൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പല ഏരിയയിലും പല വർക്കുകൾ വന്നിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ ഇതുപോലെ ഇത്രയും നാളുള്ള പോലെ ഒരേ തൊഴിൽ എല്ലാവർക്കും ഒരേ സമയത്ത് ചെയ്യുക എന്നുള്ളത് ഇനി ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇപ്പോൾ മഴക്കുഴി നിർമ്മാണം എടുക്കുന്നതാണെങ്കിൽ ഏതാനും ഒരു പഞ്ചായത്തിൽ തന്നെ പല വാർഡുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വാർഡുകളുണ്ടാവും, ഉയർന്ന പ്രദേശങ്ങളിലെ വാർഡുകളുണ്ടാവും. അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലെ വാർഡുകളിൽ മഴക്കുഴി എടുക്കുകയാണ്. അതുപോലെ തന്നെ വൃക്ഷത്തൈ ഉയർന്ന പ്രദേശങ്ങളിൽ എടുക്കുമ്പോൾ പഴയ പോലെ തന്നെ നമ്മൾ വൃക്ഷത്തൈ നട്ടിട്ട് അവസാനം അത് അങ്ങ് പോയിപ്പോവരുത്. കാരണം പരിപാലനം കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. കാരണം ആ വൃക്ഷത്തൈ അവിടെ ഉണ്ടാവണം. അതാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ അത്തരത്തിലുള്ള ഏരിയ സെലക്ട് ചെയ്തിട്ട് അവിടെ സംഭവം ഉണ്ടാവണം. നമ്മൾ പലപ്പോഴും എന്ത് വെച്ചാൽ തൊഴിലുറപ്പിൽ നട്ടിട്ടുള്ള കൃഷികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൃക്ഷത്തൈകളൊക്കെ ഇപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അത് പരിപാലനത്തിൻ്റെ കാര്യവും കൂടെ ഇപ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പറ്റിയ സ്ഥലങ്ങളാണ് യുക്തധാര പോർട്ടലിൽ കാണിക്കുന്നത്. ആ യുക്തധാര പോർട്ടൽ അനുവദിച്ചിരിക്കുന്ന ഏരിയയിലാണ് ഇപ്പോൾ ജോലി നടക്കുന്നതെന്നാണ് പുതിയ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ആ പുതിയ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യുക്തധാര പോർട്ടൽ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ മഴക്കുഴി തരികയാണെങ്കിൽ അപ്പോൾ അത് ഉയർന്ന പിന്നെ മലമുകളിലോ അവിടെയൊക്കെ മഴക്കുഴി ഇങ്ങനെ നിർപ്പിച്ച് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് ആ പ്രദേശത്ത് പൊട്ടാനും അപ്പോൾ പ്രദേശത്തെത്തിയ മഴവെള്ളം കെട്ടി നിൽക്കുകയും അതുവഴി പറമ്പ് ഒലിച്ചു പോകാനോ അല്ലെ പൊട്ടി ഇതാവാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള കണക്കെടുത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും നാൾ നമ്മൾ ചെയ്തിട്ടില്ല, പല ഏരിയയിൽ നമ്മൾ ചെയ്ത വർക്കുകളായിരിക്കും ഇപ്പോൾ എടുക്കരുത് എന്ന് പറയുന്നത്. പക്ഷേ ഇനി മുതൽ നമ്മൾ ചെയ്ത പല വർക്കുകളിലും മാറ്റം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉയർന്ന പ്രദേശങ്ങളിൽ മഴക്കുഴി പാടില്ല, താഴ്ന്ന പ്രദേശങ്ങളിൽ മഴക്കുഴി പാടില്ല. അതായത് ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിന്നിട്ട് അത് കുത്തിയൊലിച്ച് താഴത്തേക്ക് വരുമ്പോൾ ഒരുമിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുക, മഴക്കുഴി എടുക്കുക. വൃക്ഷത്തൈ പരിപാലനത്തിന് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതവിടെ ഉണ്ടാവണം എന്നതാണ് ഇനി. കാരണം അതിൽ നിന്ന് എന്ത് ചെയ്യണോ, അസറ്റ് നമുക്ക് കിട്ടണം. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു വർഷം ഒരു മരം നട്ടു, പിറ്റത്തെ വർഷം അവിടെ കുഴി പോലും ഇല്ലാത്ത അവസ്ഥ, വീണ്ടും എന്ത് ചെയ്യുക അവിടെ അതേ പ്രൊജക്റ്റ് തന്നെ ചെയ്യുക. അപ്പോൾ അതല്ല, നമ്മൾ ഒരു വർഷം നട്ടിട്ടുണ്ട്, 2-3 വർഷം കഴിയുമ്പോഴേക്ക് ആ മരം അവിടുന്ന് അതിൽ നിന്നുള്ള എന്ത് ചെയ്യണം, അത് വലുതായിട്ടുണ്ടാവണം എന്നതാണ്. അപ്പോൾ ചെയ്യുന്ന ഓരോ വർക്കിനും അതിൻ്റെ ഗുണം നമുക്ക് കിട്ടണം.
എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് ഒരു അസറ്റായിട്ട് വരുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുന്ന പാഴ്വേലകളായിട്ട് പോകും. അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും VBG റാംജി തുടങ്ങാൻ പോവുകയാണ്. ഇനി 2-3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതാത് ഏരിയയിൽ കിട്ടുന്ന രീതിക്കനുസരിച്ചുള്ള ജോലികളെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മുന്നേ യുക്തധാര പോർട്ടലിനെ പറ്റി ചെയ്ത വീഡിയോ ഇതിലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കേട്ടോക്കണം. യുക്തധാര പോർട്ടലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രദേശത്ത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ യുക്തധാര പോർട്ടലാണ് ഇനി നമ്മൾ ഏത് ജോലിയാണ് ഇന്ന പ്രദേശത്ത് ചെയ്യേണ്ടതെന്ന് ചെയ്യുന്നത്. അല്ലാത്ത ജോലികൾ നമ്മൾ കൊടുത്താൽ അത് റിജക്റ്റായി വരും, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്മൾ ആ പ്രദേശം ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഏത് ജോലിയാണ് അവിടെ അനുയോജ്യമായത് എന്ന് കണ്ടിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ VBG റാംജിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പല ആൾക്കാരും പറയുന്ന ഒരു ബാക്കിയെല്ലാ കാര്യങ്ങളും ഓക്കെ ആയില്ല. ഇപ്പോൾ പല മാറ്റങ്ങളും വന്നു. 125 തൊഴിൽ ദിനങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മളെ വേതനം കൂട്ടാൻ പോവുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തം, ഒരു പുതിയ നെഗറ്റീവായിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാർ പറയുന്നത്, തൊഴിലുറപ്പിന് പോകാത്ത ആൾക്കാരാണ് പലരും പറയുന്നത്, ഇപ്പോൾ 2 മാസം ലീവ് എടുക്കണം. അതായത് 2 മാസം നമുക്ക് ജോലി ഉണ്ടാവില്ല, അത് ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും 60 ദിവസം അല്ലേ നമ്മൾ ഈ കാലയളവിൽ ലീവ് എടുക്കണം എന്നാണ് VBG റാംജിയിൽ പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്ക്, 365 ദിവസമാണ് അല്ലേ ഒരു വർഷത്തിൽ. അതിൽ നമുക്കുള്ളത് 125 തൊഴിൽ ദിനങ്ങളാണ്. എങ്ങനെയായാലും 60-ൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നമ്മൾ ഉണ്ടാവില്ലല്ലോ, ചെയ്യാതിരിക്കണമല്ലോ. നമുക്ക് 365 ഒരു വർഷത്തിൽ 365 ദിവസത്തിൻ്റെ അകത്ത് 125 ദിവസം മാത്രമല്ലേ ജോലി ചെയ്യാൻ പറ്റൂ. ബാക്കി അത്രയും ദിവസങ്ങൾ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 60 ദിവസം 2 മാസം ലീവാണ് എന്നൊക്കെ പറയുന്നതിൽ എന്ത് കാര്യമുള്ളത്? അതെന്തായാലും ചെയ്യണ്ടല്ലേ. ആ വിളവെടുപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കൃഷി ഇറക്കുന്ന സമയം, ആ സമയങ്ങളിലാണ് ലീവ് എടുക്കേണ്ടത്. മറ്റുള്ള സമയത്ത് നമുക്ക് 125 ജോലി കിട്ടും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെപ്പറ്റി പറയുന്ന നെഗറ്റീവുകളെ പറ്റി പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് എന്ത് ചെയ്യണോ, ഈ വർഷം നമുക്ക് ഒരു വർഷം ഇത് ചെയ്ത് നോക്കണം. VBG റാംജി ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് ഇതിൻ്റെ ന്യൂനതകൾ എന്തൊക്കെയാണ്, മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു വർഷം ചെയ്തു നോക്കിയാൽ പൂർണ്ണമായിട്ട് നമുക്കിപ്പോൾ പൈസ തന്നെ എത്ര സമയത്തിനുള്ളിൽ കിട്ടുന്നുണ്ട് അല്ലേ, ഇതൊക്കെ മനസ്സിലാണെങ്കിൽ ഒരു വർഷം നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റൂ, ഇതാകും. ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ മഴക്കുഴി എടുക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ മഴക്കുഴി എടുക്കാൻ ആൾക്കാർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ആ ഏരിയയിൽ വൃക്ഷത്തൈ നടാൻ പറ്റൂല. ഇപ്പോൾ ആകെയുള്ള 2 പണി എന്ന് പറയുന്നത് പല പഞ്ചായത്തുകളിലും മഴക്കുഴിയും വൃക്ഷത്തൈയാണ്. അപ്പോൾ മഴക്കുഴി എടുക്കാൻ സമ്മതം കിട്ടാത്ത പറമ്പുകളാണെങ്കിൽ അവർക്കിപ്പോൾ പണി ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യില്ല, അവർക്ക് വൃക്ഷത്തൈ നടാനും പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യില്ല, അവർക്കിപ്പോൾ പണി ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ വൃക്ഷത്തൈ നടാനുള്ള സ്ഥലത്ത്, ഉയർന്ന പ്രദേശങ്ങളിൽ വൃക്ഷത്തൈ നടാൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് മഴക്കുഴി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. യുക്തധാര പോർട്ടൽ നിർദ്ദേശിക്കുന്ന ഏരിയയിൽ യുക്തമായ പണി അവർക്ക് താല്പര്യമില്ലാത്ത ഉടമകളാണെങ്കിൽ നമുക്കെന്തുണ്ടാവില്ല, ജോലിയിലുണ്ടാവില്ല. അപ്പോൾ അത് 125 എങ്ങനെ ആക്കും? അതിപ്പോൾ അവിടെ അനുയോജ്യമായ വർക്ക് ഏതാണോ എന്ന് ചോദിച്ചാൽ അത് കൂടുതൽ തൊഴിൽ ദിനങ്ങളിലേക്ക് എടുത്തിട്ട് ചെയ്യേണ്ടി വരും. എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ വരുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാം. പിന്നെ യുക്തധാര പോർട്ടലിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ, അപ്പോൾ അത് അനുയോജ്യമായിട്ടുള്ള ജോലികൾ അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ രീതിയിൽ ചെയ്യും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നമുക്കെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ അത്ര സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷം പണി പൂർത്തിയായാൽ നമുക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിനം നേരുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. 10,000 സബ്സ്ക്രൈബർ കഴിഞ്ഞു. നല്ല രീതിയിലാണ് നമ്മുടെ ചാനൽ പോകുന്നത്. ദയവായി എല്ലാവരും എന്ത് ചെയ്യുക, പരമാവധി നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ. അപ്പോൾ ഹൈപ്പ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചാനൽ കൂടുതൽ പേരിലേക്ക് എത്തും, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ ദയവായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സഹായിക്കുക, എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വീണ്ടും കൂടുതൽ വിവരങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.